ഉടമ്പടിക്ക് വരുന്നൊരു വിഷയം എന്താ അറിയാമോ? ഉടമ്പടിയുടെ ഇതിൻ്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല. ഇവർ പലരോടും ചോദിക്കും. അപ്പം ചിലർ പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും. ചിലർ പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ചൂടും, നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിക്കും. ദൈവമേ എപ്പോൾ പോകാൻ പറ്റും? ഭർത്താവ് വീട്ടിൽ വരണമെങ്കിൽ എത്ര, അല്ലെങ്കിൽ അയാളെ കാരണം അടിച്ച് പോക്കുമെന്ന് പറയാം. അതാണ് പലരുടെയും പ്രശ്നം അതാണല്ലോ. കള്ളവണ്ടി കയറി പോന്നിരിക്കണേ, കള്ളവണ്ടി കയറി പോന്നിരിക്കും. കള്ളവണ്ടി എന്ന് പറയുന്നത് കാശ് കൊടുക്കാൻ പോകുന്നതല്ല, അപ്പോൾ വീട്ടിൽ പറയാൻ പോകണത്. വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടി കയറി എന്നെ പോലെ. എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവിടെ കാലുറക്കത്തില്ല. കൊച്ചേ 20 രൂപ കൊച്ചേ 20 രൂപ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഉടമ്പടി അബോർഷനായി പോകും, വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താ? നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കണത്. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല. ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണം, ഉടമ്പടി എഴുതാൽ മതിയാണ്. ഇപ്പം തന്നെ പ്രധാനമന്ത്രി ഒരു ഇലക്ഷനും ഇല്ല, പ്രധാനമന്ത്രിയാകാം, MP ആകണം, കൊണ്ട് ഉടമ്പടി ചെയ്താൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങളോട്. ഇത് കുറച്ച് കച്ചും കൈയും ഉണ്ട് ഇതിനകത്ത്. അതാദ്യം ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കിരുന്നു. എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി. എന്താ കാര്യം? ഞാൻ സിൽവർ ഉടമ്പടിയിൽ എത്തിയിരിക്കണമെന്ന്. അമ്മയുടെ കളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണെന്ന്. അവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ഭയമുണ്ടായെന്ന്. സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത്? ഞാൻ അമ്മയുടെ കളറിലെത്തിയില്ലേ, ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ. അതാണ് സംഭവം. അതാണ് ഉടമ്പടി എന്ന് പറയണത്. എനിക്ക് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നിയെന്നാണ്. കാര്യം അമ്മയുടെ കളറാണ്. നിങ്ങൾക്കറിയാം, സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരണത്. അതിനുള്ളിൽ അവർ 3-4 വട്ടം സാക്ഷ്യം പറയാൻ കയറി. ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ്. സിൽവർ ഗ്രേയിൽ എത്തുമ്പോൾ 4 പ്രാവശ്യത്തെ തട്ടേ കയറി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത്. അതേസമയം തന്നെ ഇപ്പൊക്കെ ഭയമായി. എന്താ കാര്യം? ഞാൻ അമ്മയുടെ കളറിലെത്തി, ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതി ആയിരിക്കണമെന്ന്. അതെന്തൊരു തിരിച്ചറിവാണ്. അതാണ് ഭയം, ദൈവഭയം എന്ന് പറയണത്. ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗ്രേയിൽ എത്തേണ്ട കാര്യമില്ല. ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി. എന്നാൽ ഉടമ്പടി ഇങ്ങനെ കവളാസം പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടും. എന്താ കാര്യം? നിനക്ക് ഭയമുണ്ടെന്നും അതനുസരിച്ച് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിന് അറിയാമെങ്കിൽ നീ ഉടമ്പടി പാലിക്കുന്ന മുമ്പതിന് ദൈവം അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷം ചൊരിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവസ്നേഹത്തോടെ പാലിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് എന്തിനാ ആൾക്കാർ വെളുക്കോളം വയ്യോളം കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത്? ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും. എന്തിലുറപ്പിക്കും? വിശ്വാസത്തിൽ ഉറപ്പിക്കും. കാര്യം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികൾ, ഞാൻ ചില സ്ഥലത്ത് ഓർക്കുകയെ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ. കാര്യം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമെങ്കിൽ അവർ തർജ്ജിമ ചെയ്യിക്കും. ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി പേര് വരും. വന്നിട്ട് ഇവർക്കൊന്നും മനസ്സാവത്തില്ല. മലയാളികളുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ. ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജിമ ചെയ്ത് മേടിപ്പിക്കും. എന്നാലും ഞാൻ ഓർക്കുകയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ്. അങ്ങനെ മനസ്സിലാകാൻ ആയാലും ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാകും അവർക്ക്. ഇപ്പം നമുക്ക് 16 ഭാഷ പത്രമുണ്ട്. ഏറ്റവും പുതിയ പത്രം ചെക്കോസ്ലോവാക്യയില, ചെക്ക് ലാംഗ്വേജിലാണ്. അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം, ദൈവം ചെക്കോസ്ലോവാക്യയിലേക്ക്
ട്രാൻസ്ഫർ എടുക്കുകയാണ്. അത് ഇനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും ഉടമ്പടി വരും. ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട്. അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പാടാണ് ശരിക്കും. കൃപാസനത്തിൽ നടത്തുന്നതിനേക്കാൾ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ്. അയർലൻഡിൽ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത്. അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും, പക്ഷേ നമുക്കത് പാടാണ്. നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന, ദൈവം നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യ ചൊവ്വാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത്. അപ്പോൾ അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണം നിങ്ങൾ. പണ്ട് 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ ഇരട്ടി അപ്ഡേഷൻസാണ് ഇന്നുള്ളത്. അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ്. അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം. നമുക്കിത് ഉടമ്പടി എക്സ്പ്ലോർ ആക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹൗ, ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യമുണ്ടാകുകയും ഒക്കെ ചെയ്യണത്. അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോപ്പം നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും. ധ്യാനത്തിൽ വരുന്ന ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത്. എന്താണ് കാര്യം വെച്ചാൽ അവർ ഏത് രാജ്യത്തിലിരുന്നാലും ശരി അവരുടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇത്രാം തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായെന്ന്. ചുമ്മാ അപ്രത്യക്ഷമാകണേ. ആ പറയണ ഓൺലൈൻ ടൈമിന് അപ്രത്യക്ഷമാകും. അല്ലെങ്കിൽ ആ ധ്യാനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പം അപ്രത്യക്ഷമാകും. അപ്പോൾ എന്താ അതറിയണം. ഇത് നമ്മൾക്ക് കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത്. ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ. ഇപ്പോൾ കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രം എതിരഭിപ്രായങ്ങൾ വന്നു. അപ്പം അന്ന് ഞാൻ ബിഷപ്പ് എന്നെ വിളിച്ച്, രൂപതാ ബിഷപ്പ് 2 പേരും കൂടി എന്നെ വിളിച്ച് വാട്ട് ഇസ് ഹാപ്പനിങ് തരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല. വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിലിരിക്കുകയാണിത്. പക്ഷേ ഞങ്ങളിതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും. എന്താ കാര്യം? ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഡ ജപമാലയാണ്. 1000 മണി ജപമാലയുടെ വലിയ പ്രകടശേഷിയുള്ള സംഭവമാണ് 2000 മുതലൂടെ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ രാത്രി ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റായില്ലേ കാര്യങ്ങൾ? എന്താണ്? ഒരു ക്രൈസിസാണ്. പക്ഷെ ഇത് ഞങ്ങൾ ആരെയും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ കരുത്തെ പിടിക്കാൻ പോവില്ല. ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. എന്താ കാര്യം? ഇതിൻ്റെ അടിത്തറ. അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു അവസാനൊരു വാക്ക് ഞാൻ പറയണമല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്? കൃപാസനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരെ ഞങ്ങൾക്കെതിരെ നടത്തിയാലും അത് വില പോകത്തില്ല. ജനങ്ങളെ ദൈവത്തെ അനുഭവിച്ചിരിക്കുന്നതാണ് ആ ലക്ഷക്കണക്കിന് മനുഷ്യർ. അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളുടെ എടുത്തിരിക്കുന്ന കാര്യം എന്താണ്? മോശസിനോട് പറഞ്ഞില്ലേ, നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ്? നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ്? ഫറവോയാണ്. ഫറവോ എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും. ദാവീദിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്ത് ഉണ്ടാകും. മോശസിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഫറവോ ഉണ്ടാകും. പക്ഷേ മോശസും ഏരിയയും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്? അപ്പോൾ മോശസ് പറഞ്ഞു, ഇതൊരു വടിയാണ്, അത് നിലത്തിടണം ഫറവോയുടെ മുമ്പിൽ. അപ്പോൾ ആ വടി എന്താണെന്നൊക്കെ മനസ്സിലാകും. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോൾ വടിയോടനെ പാമ്പായി മാറുമ്പോൾ മോശത്തിനെ ചാടി പിന്നോട്ട് മാറും. അപ്പോൾ മാന്ത്രികന്മാരും വന്നിട്ട് മാന്ത്രികം കാണിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട്, അടയാളം കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അപ്പോൾ പ്രതി അടയാളം കാണിച്ചു. ശരിക്കും സിദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഫറവോൻ്റെ രാജധാനിയിൽ അവർ കൊണ്ടുവന്ന്, മാന്ത്രികന്മാർ കൊണ്ടുവന്ന് വടിയിട്ടു. അവിടെ വടിയും പാമ്പായി. അപ്പം മോശസ് പേടിച്ചു പോയി. കാര്യം ഞാൻ കാണിച്ച പോലെ തന്നെ അവരും കാണിച്ചല്ലോ, പിന്നെ എന്തിനാ യഹോവയ്ക്ക് എന്താ പ്രാധാന്യം എന്ന് ചിന്തിക്കണം. ഇടിമിന്നൽ പോലെ മോശസിൻ്റെ സർപ്പം മറ്റേ സർപ്പത്തെ വിഴുങ്ങാൻ തുടങ്ങി. എപ്പോഴും ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ തുറന്ന വാതിൽ ആരും അടക്കുകയില്ല, ഞാൻ അടച്ച വാതിൽ തുറക്കുകയുമില്ല. അതാണ് അടയാളങ്ങളുടെ ശക്തി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ഉപ്പ് അല്ലെങ്കിൽ ഉടമ്പടി തൈലം അല്ലെങ്കിൽ ഉടമ്പടി കശുരുമൊക്കെ പ്രയോഗിക്കുമ്പോഴേ ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങളാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിൽ എപ്പോഴും വരണത് നോട്ട് ബൈ മെറിറ്റിൽ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ മെറിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേസ് കൂടിക്കൂടി വരുന്നതിൻ്റെ അർത്ഥം. സിമ്പിൾ മാത്തമാറ്റിക്സ് അല്ലേ? നമ്മളുടെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോഴെന്താ അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ കൃപ കൂടിക്കൂടി വരുന്നതനുസരിച്ചാണ്. അപ്പോൾ അത് നീ അതിൻ്റെ പ്രൊവിഷൻ നീ മനസ്സിലാക്കണം. നിൻ്റെ യോഗ്യത കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. ചില പറയും നിലയം വിളിച്ചുകൊണ്ട് IELTS എഴുതി പുറത്ത് വരും. എല്ലാ മൊഴികളും എനിക്ക് തൊണ്ടേ പനിയുമായിരുന്നു, എനിക്ക് തൊണ്ട നീരുമായിരുന്നു, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എല്ലാം തീർന്നു, ഇനി ഞാൻ എഴുതണില്ല. അപ്പായോട് കാശ് ചോദിച്ചാൽ അപ്പ തരത്തില്ല, ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവും തരത്തില്ല, ഞാൻ ഇനി എവിടെ പോവും, ഞാൻ ഇത്രയും നാൾ ഇതാണല്ലോ എഴുതിക്കൊണ്ടിരുന്നത്, ഇതും പോയല്ല എന്ന് പറഞ്ഞ് നിൻ്റെ മെറിറ്റ് എല്ലാം പോയി തിരിച്ചു വരികയാണ്. നിൻ്റെ എല്ലാ യോഗ്യതയും പോയി. നിൻ്റെ എല്ലാ യോഗ്യതയും പോയി വരുമ്പോൾ ഒരു ഉടമ്പടിയിൽ ഒരു യോഗ്യത മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താണ്? പല കാര്യങ്ങളും കർത്താവില്ലായിരുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നോ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ആദ്യം കൊടുങ്കാറ്റ് വരും, കൊടുങ്കാറ്റ് കർത്താവില്ല. അപ്പം അങ്ങനെ ഓരോ മന്ദമാരുതം വരും, മന്ദമാരിലെ കർത്താവില്ല. ടേക്ക് ദ വേർഡ് ഓഫ് അഗ്നി വരും, അഗ്നി കർത്താവില്ല. പലപ്പോഴും കർത്താവില്ല എന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ഏലിയ സർവ് ചെയ്ത് പോകും. ഓരോ അനുഭവത്തിനും ദൈവം ഇല്ലാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് വരാൻ പോണത്.
അത് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പ്രവാചികമായ ആധ്യാത്മികതയുടെ ഒരു നേച്ചറാണത്. ആദ്യകാലങ്ങളിൽ 1-ാം സ്റ്റെപ്പിലും 2-ാം സ്റ്റെപ്പിലും 3-ാം സ്റ്റെപ്പിലും ഒക്കെ ചിലപ്പോഴും ദൈവാനുഭവം കിട്ടാതെ വരുമ്പോഴും യു മസ്റ്റ് വെയിറ്റ്. എന്താ കാര്യം? ഇനിയൊരു നിശബ്ദത വരാൻ പോകുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 രാജാക്കന്മാർ 19:11. ഓക്കെ 11. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. കർത്താവ് കടന്നുപോയി. ഓർക്കുക, കർത്താവ് നീ മലയിൽ കയറി നിൽക്കുക. എന്താണ്? സീനായ മലമുകളിലെ, ഹൊറേബ് മലമുകളിലെ, കാർമൽ മലമുകളിലെ നീ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നീ സാധാരണ നിലവാരത്തിൽ നിന്ന് ഒരു ഉയർന്ന തലത്തിലേക്ക് നീ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളാം. അവിടുന്ന് അരുളി ചെയ്തു, കർത്താവ് കടന്നുപോയി. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റു കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോഴ് അഗ്നിയിലും കർത്താവുണ്ടായിരുന്നു, ഭൂകമ്പത്തിലും കർത്താവുണ്ടായിരുന്നു, കാറ്റിലും കർത്താവുണ്ടായിരുന്നു. പക്ഷേ നിശബ്ദമായപ്പോൾ കർത്താവിൻ്റെ സ്വരം ഏലിയ കേൾക്കും. ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നു, പക്ഷെ ഏലിയ കേട്ടില്ല എന്നുള്ളതാണ് വിഷയം. അപ്പം ദൈവത്തെ കേൾക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ദൈവത്തെ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് അഗ്നിയും ഭൂകമ്പവും കാറ്റും അങ്ങനെ പല പല ദൈവാനുഭവങ്ങൾ പ്രതികൂലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നിൻ്റെ ഉടമ്പടി ദിനചര്യകളിൽ നിന്നും സുവിശേഷ പ്രഘോഷങ്ങളിൽ നിന്നും സുവിശേഷ കൈമാറ്റങ്ങളിൽ നിന്നും രോഗി പരിചരണങ്ങളിൽ നിന്നും നീ ഒരിക്കലും മനസ്സ് മാറ്റരുത്. മനസ്സ് മാറ്റാതെ വരുമ്പോൾ ദൈവം തെളിഞ്ഞു വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണ്. എല്ലാവരും വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സാക്ഷ്യം പറഞ്ഞിട്ട് ഉള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്? അവസാനം ഇപ്പോൾ മിൻറ്റുവിൻ്റെ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിനും ഗർഭസ്ഥ ശിശുവിനും ആ സാക്കിനും ഒരേ തന്നെ തൂക്കമാണ്. അല്ല, കൊച്ചിൻ്റെ പകുതി തൂക്കം സാക്കിനുണ്ട്. അപ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയൊന്നുമില്ല. അത്രയും എത്ര കാറ്റിലൂടെയും കൊടുങ്കാറ്റിലൂടെയും അഗ്നിയിലൂടെയും മിൻറ്റു കടന്നുപോയി. ആ കടന്നു പോകുമ്പോഴൊക്കെ അവൾ വിചാരിക്കണത് എന്താണ്? കർത്താവ് ഇല്ലെന്ന് നമുക്ക് തോന്നും, പക്ഷെ കർത്താവ് അവിടെ ഉണ്ട്. അതാ ബൈബിളിൻ്റെ ഒരു ഡിസ്കൈസ്, ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറയണത്. കർത്താവ് ഇല്ലെന്ന് തോന്നുന്ന ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബേസിക്കായിട്ട് കർത്താവ് അവിടെ ഉണ്ട്. പക്ഷേ കർത്താവ് ഇല്ലെന്ന് തോന്നുമ്പോൾ തന്നെ അവിടെയുള്ള കർത്താവിനെ കാത്തിരിക്കാനുള്ള ഒരു ഏരിയയുടെ തീഷ്ണതയിലേക്കാണ് ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം എന്ത് വിഷയം എന്ന് പറയുമ്പോൾ എന്ത് നമ്മൾ ചെയ്താലും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അർത്ഥം വ്യക്തമായിട്ട് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റാത്തത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻ ടു ദം. അമ്മ എന്തോ അമ്മയുടെ ഒരു ഭക്തി പ്രസ്ഥാനം പോലെ എന്തോ ചെയ്യുന്നു എന്നല്ലാതെ നമ്മളവരെ ട്രെയിൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അമ്മയാണ്, അല്ലേ? സെക്കൻഡ് കാറ്റഗറിസം ടീച്ചർ ആരാണ്? അപ്പനാണ്. മൂന്നാമത്തെ കാറ്റഗറിസം ടീച്ചറാണ് പള്ളിയിലച്ഛൻ. ഈ പള്ളിയിലച്ഛനൊന്നും ഇല്ലാത്ത സമൂഹം കൃപാസനത്തിലില്ലേ?
എന്തുമാത്രമാണ് അവിടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളരണില്ലേ? എങ്ങനെ വളരണത്? അമ്മയുടെയും അപ്പൻ്റെയും അനുഭവം കണ്ടിട്ട് യേശു ആരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും. അപ്പോഴും യേശുവിനെക്കുറിച്ച് അവർ അങ്ങോട്ട് പറയുമ്പോഴേ യേശു അവർക്ക് അടയാളങ്ങളുടെ സമ്മിലിതമാകുമ്പോൾ വൈകാരികമായി അനുഭവമാകും. ഉടമ്പടി എങ്ങനെ ദൈവത്തെ വൈകാരികമായി നിങ്ങൾക്കൊരു ബോധ്യം തരും. ഇമോഷണൽ കൺവിക്ഷൻ. ഐ ആം ആഫ്റ്റർ ദി ബിൽഡിംഗ് ദ ഇമോഷണൽ കമ്മീഷൻ ത്രൂ ദിസ് കവനന്റ് പ്രയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അർത്ഥം ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26. പുറപ്പാട് 12:26. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇത് കർത്താവിനർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. അപ്പൊ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യണം? അർത്ഥം അറിയണം. അർത്ഥം ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? പള്ളിയിൽ നിന്നല്ല, അപ്പനും അമ്മയാ പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യം ചോദ്യം തന്നെ ആരോടാണ്? ഇതിൻ്റെ അപ്പനോടും അമ്മയോടുമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കണം മക്കൾ. അവർ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറയണം. ഇപ്പോൾ ഉടമ്പടിയിൽ നീലത്തിരിയുണ്ട്. എന്താ കാര്യം? നീല എന്താണ്? ആകാശത്തിൻ്റെ നിറമാണ്. ആകാശം എന്താണ്? ബൈബിൾ ജ്ഞാനത്തിൽ ആകാശം ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നുവെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ആ നീല തുണി തന്നെയാണ് വാഗ്ദാന പേടകത്തിലെ 24 മണിക്കൂറും അവരെ പുതപ്പിച്ചിരിക്കുന്നത്. ദൈവത്താൽ പുതപ്പിക്കപ്പെട്ട പേടകമാണ് വാഗ്ദാന പേടകം. എന്താ കാര്യം വെച്ചാൽ നീല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. മോസസിനോട് കള്ളർ പറഞ്ഞുകൊണ്ടുണ്ട്, നീ സമാഗമ കൂടാരത്തിൻ്റെ വിരികൾ തുന്നുമ്പോൾ നീല നൂല് ഉപയോഗിക്കണമെന്ന്. എന്താണ്? ദൈവസാന്നിധ്യമാണ്. നമ്മൾ നീല തിരി കത്തിക്കുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയും മുല്ലപ്പൂവിൻ്റെ കാര്യം പറയാത്ത ഏതെങ്കിലും സാക്ഷ്യങ്ങളുണ്ടോ? അമ്മ സാന്നിധ്യം എന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു ഉടമ്പടി വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം മസ്റ്റായിട്ട് നിങ്ങൾ അനുഭവിക്കും. ആ സാന്നിധ്യത്തിൻ്റെ കളറാണ് നീലയായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തിരിയും നീലത്തിരി കത്തിക്കുമ്പോഴും ആ പച്ചത്തിരി കത്തിക്കുമ്പോഴും അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രത്യാശയും വിശ്വാസവും, നീലയിൽ വിശ്വാസവും പച്ചയിൽ പ്രത്യാശയുമാണ് നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന മുന്നോട്ട് പോണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ അർത്ഥവത്തായി ഉടമ്പടി അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തെ സംലഭ്യമാക്കി ഉടമ്പടിയിലൂടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇപ്പൊ കത്തോലിക്കയുടെ പള്ളികളിലെല്ലാം നോക്കിയേ, അല്ലെങ്കിൽ യാക്കോബൈസിൻ്റെയും ഓർത്തഡോക്സിൻ്റെയും പള്ളികളിൽ നോക്കിയേ, ഉടമ്പടി എടുത്ത ആൾക്കാർ ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ അവിടുത്തെ വികാരച്ചന്മാർ കാണുന്നുണ്ട്. ഇന്ന് വരെ പള്ളി കാണാത്ത ആൾക്കാരെ വികാരച്ചന്മാർ കാണുമ്പോൾ ചേട്ടാ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചേട്ടാ പത്താൻ പറ്റിപ്പോയി, ഇപ്പോൾ എങ്ങനെ വന്നു? ഇപ്പോൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അതാണ് സംഭവം. എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ബൗദ്ധികമായ ഔന്നത്യം കൊണ്ടും വിദ്യാഭ്യാസത്തിൻ്റെ മേൽക്കോയ്മ കൊണ്ടും പള്ളിയിൽ വന്നാൽ മുട്ടേ പോലെ നിൽക്കുക, കുർബാന എഴുന്നള്ളിക്കുമ്പോഴും നിൽക്കുക മാത്രം ചെയ്യുന്നത് നമുക്ക് പള്ളി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെ എളിമ പഠിച്ചു പോയി. കർത്താവ് ഉയർന്നു വരുമ്പോൾ അവർക്കറിയാം ആരാണ് ഉയർന്നു വരണമെന്ന്. അപ്പോൾ അവർ മുട്ടേ നിൽക്കും. അവർ തന്നെയാണ് ഓട്ടോറിക്ഷക്കാർക്ക് പത്രം കൊടുക്കുന്നത്, കൃപാസന പത്രം. അപ്പോൾ ഓട്ടോറിക്ഷക്കാർ ചോദിക്കും, ചേച്ചി ഇത്രയും പഠിച്ചിട്ട് പോലും ഇത്രയും വിഡ്ഢിത്തരം കാണിക്കണേ എന്താണ്? അപ്പോൾ ചേച്ചി തിരിച്ചു പറയും, ഈ വിഡ്ഢിത്തരം നിനക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ മാറിക്കൊള്ളൂ എന്ന് പറയും. ആരാണ്? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിഡ്ഢിത്തരമില്ലേ, അത് എൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ അനുഭവം നിനക്കുണ്ടാകുമ്പോൾ അത് മാറും. അപ്പോൾ അത് വീണ്ടും അവരത് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ശക്തിയാണ്.
അതിൻ്റെ അത്രയും ശക്തി വേറെ എന്തിനുണ്ടെന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കത് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലാണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണത്. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛൻ എന്താ അങ്ങനെ പറയണത്? അങ്ങനെ പറയാൻ കാരണം, ക്രിസ്തുവിനെ അറിയാതെ നമ്മുടെ രോഗി അവൻ്റെ വചനം കേൾക്കുക. ഇപ്പം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിക്കുമെന്ന് പറയണത് ആരാണ്? ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ അറിയിക്കണത് ആരാണ്? പരിശുദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ്. അറിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നത് നമ്മളെ. അതുകൊണ്ട് എപ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ 2 പോയിൻ്റ് കൂടുതലായിരിക്കും പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നത്. കാര്യം എന്താ? നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഇപ്പം 5 മണിക്കും 4 മണിക്കും ഇവിടെ ആൾക്കാർ വെളുപ്പിന് ക്യൂ നിൽക്കുന്നുണ്ടാകും പത്രത്തിന്. അവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് നിൽക്കണത്. അവരത് ചെയ്തിട്ടും കൊടുക്കണത് വരെ ഈ വിശ്വാസ പ്രമാണത്തിന് അവരുടെ ചുണ്ടനങ്ങാതെ അവർ വിശ്വാസ പ്രമാണം തെറ്റിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ കൈമാറുന്നുള്ള ബോധ്യം അവർക്കുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അതിതീഷ്ണതയോടെ വിശ്വാസം കൈമാറാനും ജനങ്ങളിലെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും ധൈര്യവും ആത്മവിശ്വാസവും നിറയാനും എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ അലക്സ് തോമസിന്റെ സാക്ഷ്യവും മെൻഡുവിന്റെ സാക്ഷ്യവും നമ്മൾ കണ്ടു. അലക്സ് തോമസിന്റെ സാക്ഷ്യത്തിൽ 2 പ്രാവശ്യം, ഒന്ന് കരളിൻ്റെ ഓപ്പറേഷൻ നടക്കണ മുമ്പ് തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ഇൻഫെക്ഷനായി. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കരൾ കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി. കരൾ സ്വീകരിച്ച ആളുടെ ബോധം പോയി, പിന്നെ ബോധം വന്നില്ല. എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞതാണ്. ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതെന്താണ്? എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ്. ഈ നമ്മുടെ മെൻഡുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത്? മെൻഡുവിൻ്റെ കുഞ്ഞിനെ എൻ്റെ ഗർഭമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി. ഓരോ ദിവസവും സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുന്നത്, ചെറുതാകണില്ലത്. കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വിശ്വസിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം 15 എന്തിൻ്റെ? പുറപ്പാട് 14:15. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 14:15. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. അതായത് ദൈവം എപ്പോഴും പറയുന്നത്, വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഇടയ്ക്ക് നിങ്ങൾ പറയും, നമുക്ക് സ്പോൺസറായിട്ടുള്ള അറബി മരിച്ചു, അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും. ഞാൻ അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു. റഷ്യക്കാർ ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ. അവരെല്ലാം രാത്രി അവിടെ നിന്ന് ഓടി, സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നാട്ടിലെത്തി. അതിലൊരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് അവിടെയാണ്, അത് ബോംബിട്ട്, ആ ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ്, കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണോ? അല്ല. ആരാണ്? കർത്താവാണ്. അപ്പം കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ്? മൈക്കിളെന്നും പറഞ്ഞ് വേറെ ഒരാളെ, വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് മുട്ടിച്ചു കൊടുത്തു ഉടമ്പടി എടുത്തപ്പോൾ.
അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറൊരു കോളേജിൽ. ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച 2 കൊല്ലം ഞാനിവിടെ ഇളച്ചു തരാം, 3-4 കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ച. എന്തൊരു ഭാഗ്യമാണ്. അതായത് ശത്രുക്കൾ നമ്മുടെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞിട്ടില്ല, കർത്താവ് സംരക്ഷിക്കണത്. എന്നിട്ട് അവസാനം രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഹോസ്റ്റൽ ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു? ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്, വെറുതെ മുന്നോട്ട് പോകാനല്ല, കണ്ണും പൂട്ടിക്കെട്ടി മുന്നോട്ട് പോകാനല്ല പറയണത്. ഉടമ്പടിയുടെ ചൈതന്യത്തിലെ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉടമ്പടി അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ദൈവപിതാവേ, ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ, ഇപ്പോൾ അലക്സ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ തുടങ്ങണത് എന്താണ്? അയാൾ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ സാക്ഷ്യം തുടങ്ങണത്. എന്താ അദ്ദേഹം പറയണത്? ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് എന്നാണ് പറയണത്. ഞാൻ പറയും, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ്. എന്തിനാണ്? നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത്. മാതാവിന് ഈ ലേമൻ എന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തോ ഒരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോഴ് സാക്ഷ്യം വഹിക്കുന്നത്. അയാളെ കോട്ട് ചെയ്ത വചനം എഫെസ്യസ് 2:10 കോട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. ബാംഗ്ലൂരിയനാണ്, മലയാളിയാണ്, അവിടെ സെറ്റിൽഡാണ്. പറഞ്ഞത് ഞാൻ ഉടമ്പടി പഠിച്ച ഇതാണ്, എഫെസ്യസ് 2:10 എന്താണ്? വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. PSC ബൈബിൾ എഴുതിയിരിക്കണത് നമ്മൾ കർത്താവിൻ്റെ കരവേലയാണ്. വായിച്ചേ നാം ദൈവത്തിന്റെ കരവേലയാണ്. 2:10 നേരിട്ട് പറഞ്ഞ നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്താ ചെയ്യണത്? നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട്. എനിക്കതില്ലായിരുന്നു, എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത്രയും ചെറിയ സ്ഥലമോ, എങ്ങനെയാണ് ഇത്തിരി ആൾക്കാർ ഇരിക്കണത്? ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണത്. കാര്യം എന്താണ്? വിശ്വാസമില്ലാത്തവന്, ത്യാഗമില്ലാത്തവന് കൃപാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം പള്ളികളെല്ലാം AC ആക്കിക്കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗത്തിൻ്റെ അല്ല, അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ്. കാര്യം AC ആക്കിയില്ലെങ്കിൽ ആ പള്ളിയിൽ പോണില്ല ആൾക്കാർ.
ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് എ സി ആണോ അല്ലേന്നാണ്. അവിടെ ദൈവമാണോ ഉണ്ടായില്ലേന്നല്ല പ്രശ്നം. പല പള്ളികളിൽ ഇപ്പോൾ എ സി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ എ സി ആയില്ലെങ്കിൽ ആളെ കിട്ടത്തില്ല. ഈ എ സി എന്നോട് ഞാനൊരു 2016 അമ്മ എന്നൊരു സ്വപ്നം കാണിച്ചായിരുന്നു. അപ്പോഴിതൊരു ഓലച്ചാർത്ത് പോലുള്ള സംഭവമാണ്. എപ്പോഴും നിങ്ങളോട് പറയും ഞാനത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓലച്ചാർത്ത് ഈ തൂവാനടിക്കാതിരിക്കാൻ വേണ്ടി ഓല പാകി ഒരു നൂലെ കെട്ടി ഇറക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി. പക്ഷെ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പം ഞാനാണ് ഈ ഓല തൂക്കണത്. അപ്പം അന്ന് ഞാൻ ഈ ജോമോളോടൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം അവരാണ് എൻ്റെ ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊരു സംഭവം കണ്ടത്. അപ്പോൾ ഇവരെന്നോട് പറയും കത്തീഡ്രൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു മണ്ണാങ്കട്ട കത്തീഡ്രൽ അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ്. അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ല, ഇത് കർത്താവ് ഇരിക്കേണ്ട ഒരു ആലയം. എൻ്റെ കണ്ണിലൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ്. ഇവിടെ ആർക്കും വരാം, കണ്ണീര് കർത്താവ് മാതാവിനോട് പറയാം. നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ നീണ്ടുവരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണിത്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഞാൻ അവരോടന്ന് പറയുമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു. അത് കാര്യം ഗോഡെന്നല്ലേ ഉള്ളു, ക്രിസ്തു എന്നില്ലല്ലോ. കുരിശൻ സ്വപ്നത്തിലില്ല. ഗോഡ് ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ഇടമാണ്. അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവ്യകാരുണ്യത്തിൽ ഈശോയും നിങ്ങൾക്ക് സാന്ത്വനം നൽകണത്. പക്ഷെ എന്താ, എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണുനീരിൻ്റെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടം, അത്രയേ ഉള്ളൂ. വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല, ഞങ്ങൾക്കും ഇല്ല. നിങ്ങൾ ചിലർ പറയും, ചില വന്നു പറയും ഇത് മതം മാറ്റ കേന്ദ്രമാണ്. ഞാൻ എന്ത് വിഡിത നിങ്ങൾ പറയണം? ഞങ്ങൾ ആരെങ്കിലും ഇതുവരെ മതം മാറ്റിയിട്ടുണ്ടോ? ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ നീ ഹിന്ദുവാണോ മുസ്ലിമാണോ വരും ചോദിക്കുക അല്ലേ? ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ ഇതിൻ്റെ കാർഡെടുത്ത് എന്ന് നമ്മൾ പറയാമോ? ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത്. ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യണേ എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന. വേറെ എന്താ ഒരു പ്രാർത്ഥന? ഒന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയാൽ ലക്ഷങ്ങളും കോടികളും ആകുമ്പോൾ മാതാവിനോട് പറയാം, മാതാവേ കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ കരുണയുടെ കരങ്ങൾ അവിടെ മേലും നീട്ടണമെന്ന്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ വക്രത, വഞ്ചന, വ്യഭിചാരം, അതുപോലെ തന്നെ തൻപോരിമ, അഹങ്കാരം, അങ്ങനെ എല്ലാ ദൈവത്തിന് നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ജീവിതവും പ്രകൃതിയും പുനഃക്രമീകരിക്കണം. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന്. എന്നിട്ട് ഈ അലസ് തോമസ് വേറൊരു കാര്യം പറയും. എനിക്കാണതൊരു മോഡൽ സാക്ഷ്യമാണ്, മാതൃകാ സാക്ഷ്യം. ആദ്യം അവരനുഭവിച്ച ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവ പാഠങ്ങൾ അയാൾ പറയും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ ബട്ട് ഇറ്റ്സ് എ റിലേഷൻ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല, പിന്നെന്താണ്? അതൊരു ബന്ധമാണ്. ഇത് അലസ് തോമസ് പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അത് 4 സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, അതൊരു മതമല്ല, പിന്നെന്താണ്? അതൊരു റിലേഷനാണ്. എന്താ കാര്യം? ദൈവമായിട്ടുള്ള ഒരു ബന്ധം. അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റ് റിലേഷനാണ്.
ഉഭയകക്ഷി റിലേഷനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, പാലിക്കുന്നു. ദൈവം നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളെ തന്നെ സുവിശേഷവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും. ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവ ഭയത്തോടെ അതിനെ സമീപിക്കുവാൻ, വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സാക്ഷികളാകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നാളിതുവരെ ആശ്രമത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ടു ദൈവ പൈതലേ. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ടു ദൈവ പൈതലേ. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറിക്കരണിൽ കൃപ നിറയും. ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറിക്കരണിൽ കൃപ നിറയും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മോശയ്ക്ക് അങ്ങ് വടി നൽകിയതുപോലെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് നൽകിയ നേർച്ച വസ്തുക്കളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശ്വാസത്തോടെ അത് പ്രയോഗിക്കുവാൻ, ഞങ്ങളുടെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പൊളിഞ്ഞിരിക്കും മതിലെന്നോ ചരിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ച. മതിലെന്നോ ചരിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ച. നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി. ഉന്നതനാവേശു പ്രവൃത്തി ചെയ്യും. നിന്ദനം കേട്ടിടത്തു നിന്നെ ഉയർത്തി. ഉന്നതനാവേശു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത
പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ ഉടമ്പടി വിശ്വാസയാത്രയില് അടയാളങ്ങൾ കാണാത്തപ്പോഴും ശരിയായ പോലെ തീക്ഷ്ണതയോടെ ജ്വലിച്ച് ഉടമ്പടി നിബന്ധനകൾ വിശ്വാസപൂർവ്വം വിശ്വസ്തതാപൂർവ്വം പാലിച്ച് മുന്നോട്ട് തന്നെ പോകുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കേട്ടു കേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടു കേൾവി മാത്രമെന്ന് ജനം പറയും, തക്ക വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും ബലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും, ഇടവും ബലവും ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഉണക്കക്കപ്പുകളെ യേശുവേ തളിർത്ത വടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിത മരുഭൂമിയിൽ യേശുവേ ദാഹജലമായി യേശുവേ അങ്ങ് തന്നെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടിയിലെ ഉണക്കവടികൾ തളിർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി യേശുവേ പുഷ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പ്രൈസ് ദി പ്രൈസ് ദി ലോർഡ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്കും ഓൺലൈൻ ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു അവരിലേക്കും സൗഖ്യത്തിൻ്റെ അടയാളം ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞങ്ങൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈൻ പ്രാർത്ഥന ലോകത്തിലെ ആഗോളമായിട്ട് ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും അപ്പാ യേശുക്രിസ്തു നാമത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആശ്രയിച്ച് വിശ്വസിച്ച് പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവേ നിരാശയോടെ പോകാൻ ഇടയാക്കല്ലേ. ശരീരത്തിലെ മുഴകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. മുടി കഴിയുന്ന അവസ്ഥകൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അസ്ഥികൾ, പേശികൾ, ആന്തരിക കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും
ഒപ്പിട്ടുകൊണ്ട് മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്ത് ചിലരെ ഉഴപ്പി പോയിട്ടുണ്ട്. പക്ഷേ അവർ വന്ന് പിന്നീട് പെട്ടെന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ പറയണത് ഞങ്ങൾ ഉടമ്പടി ഉഴപ്പിയത് കാരണം കർത്താവ് ആ ഉടമ്പടി വിസ്മരിച്ചെന്നാണ് ഓർത്തതെന്ന്. പക്ഷേ ഞങ്ങൾ വിസ്മരിച്ചിട്ട് ഞങ്ങളുടെ ഉടമ്പടി കർത്താവ് വിസ്മരിച്ചിട്ടില്ല. ആ എന്താണെന്ന് നിയോഗത്തിൽ എഴുതിയിരിക്കണത് അതെല്ലാം ഇപ്പോഴ് നിറവേറിയിരിക്കുകയാണെന്ന്. ഉടമ്പടി എടുത്തു പോയ എല്ലാ മക്കളെയും ഇപ്പോഴും സമർപ്പിക്കുകയാണ്. ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വീഴ്ച വന്നു പോയവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു. അവിടെ കണ്ണുനീര് ദൈവം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോശയെപ്പോലെ അബ്രാഹത്തെപ്പോലെ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അഭിമലേക്ക് വരുമ്പോൾ യുദ്ധത്തിൽ മോസസ് മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അഹ്റോനും ഹൂറും കർത്താവെ മോസസിൻ്റെ വിരിച്ച കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച പോലെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഉയർത്തിയ കൈകളുമായി മാധ്യസ്ഥം വഹിക്കുന്നു കർത്താവെ. ഉടമ്പടി എടുത്ത് ഓരോ മകനെയും മകളെയും വീണുപോയവരെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ താങ്ങിപ്പിടിക്കുന്നു കർത്താവെ. അഹ്റോനും ഹൂറും മോസസിനെ താങ്ങിപ്പിടിച്ചതുപോലെ കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന താങ്ങിപ്പിടിക്കാൻ ഇടമുള്ളത് കൊണ്ട് കർത്താവെ ആ ഉടമ്പടി വീണു പോകാൻ പോകുന്നവരെ ഞങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ പ്രത്യാശയാൽ താങ്ങിപ്പിടിക്കുന്ന കർത്താവെ. നിന്റെ തിരുമുറന്ന് വലത്തുകാരൻ കർത്താവെ ഉടമ്പടി എടുത്തു പോയ എല്ലാ മക്കളെയും ഇവിടെ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരെയും ഇന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നവരെയും കർത്താവിൻ്റെ കണ്ണ ചൊരിയട്ടെ. ശ്രുതികട്ടെ. സൗഖ്യം നൽകണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവെ, ഉടമ്പടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചവരുണ്ട് കർത്താവെ. അവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെ കർത്താവെ പ്രത്യേക ഡേറ്റിലേക്കുള്ളിൽ കർത്താവെ അവിടെ കണ്ണീരിൻ്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവെ ഇപ്പോൾ അൾത്താറെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സകല വിശുദ്ധന്മാരും മാലാഖമാൻ രക്തസാക്ഷിയുടെ മാധ്യസ്ഥത്തിൽ അവരുടെ ഉടമ്പടിയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവെ ദൈവത്തിൻ്റെ കരുണ പെരുമഴ പോലെ ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. മഹത്വം മഹത്വം ആരാധന ആരാധന ദിവ്യനാമേ ആരാധന. വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. വിവിധ ജീവിത ദുരിതങ്ങളെ മാറുന്നതിന് വേണ്ടി കണ്ണീരിട്ട് ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പോസ്കോ കേസിൽ അകപ്പെട്ട മക്കളെ ഞങ്ങളെ ഇപ്പോൾ അൾത്താരെ സമർപ്പിക്കുന്ന നിശ്ചയം അവർക്ക് മനഃശാന്തം ഉണ്ടാകാനും അവർക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റിയൊരു കാലം അവർക്ക് തിരിച്ചു കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ, സാമ്പത്തികമായ തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും അടഞ്ഞുപോയ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
ഏജന്റുമാർക്ക് പണം കൊടുത്തതിന് ശേഷം തിരിച്ചു കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുള്ള യോഗ്യത പരീക്ഷയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പരീക്ഷ കർത്താവ് റിസൾട്ട് മോശമായിക്കൊണ്ടതുകൊണ്ട് ജീവിതം ദുരിതിച്ച് നിൽക്കുന്നവരെ, വിറങ്ങലിച്ച് ജീവിതത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്നവരുടെ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഡൈവേഴ്സിലായിപ്പോയിട്ടുള്ള ഭർത്താവും ഭാര്യയും, വിവാഹബന്ധം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് തലയൂരാൻ പറ്റാതെ വിഷമിക്കുന്നവർ, കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ, കുടുംബത്തെ കാണാക്കാത്തവർ, പുറപ്പെട്ടു പോയവർ, കാണാതെ പോയ പണം, കാണാതെ പോയ മനുഷ്യർ, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എത്രയും വേഗം സാക്ഷികളാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ശ്രദ്ധിക്കട്ടെ. വിട്ടുപോയവര്, വാങ്ങിപ്പോയവര്, ഇവിടെ പറഞ്ഞു പോയവര്, അവിടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണാതെ പോയവർ കർത്താവ് തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തിക തകർച്ച വന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിത ദുരിതങ്ങൾ വന്നുപോയവരെ, ഡൈവേഴ്സിലായിപ്പോയവരെയും, വിവാഹം ഒത്തുവരാത്തവരെയും, മക്കളില്ലാത്തവരെയും, ഭാര്യാഭർത്തക്കന്മാർ അകന്ന് കഴിഞ്ഞു ഒഴിഞ്ഞും കർത്താവെ വിഘടിച്ച് ജീവിക്കുന്നവരെ, കേസിലാകപ്പെട്ടവരെ, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗോടമ്പടി നടക്കാത്തവരെ, ഭാഗോടമ്പടി കേസുള്ളവരെ എല്ലാം യേശുവിനെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും മുട്ടയെന്ന് ആശീർവാദം വാങ്ങിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതത്തിൽ അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും ഇന്നും